നമ്മുടെ രാഹുൽ വിജയൻ ഒരു കാര്യം കുറച്ചു നേരമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പഞ്ചായത്തിൽ 13-ാം വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാറുണ്ടായി. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ തൂക്കുപാലം SNDP ഹാളിലെ വോട്ടിംഗ് യന്ത്രവും തകരാറായിരിക്കും. രാഹുൽ വിജയൻ ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. രാഹുൽ, ഈ 2 വോട്ടിംഗ് യന്ത്രങ്ങളും മാറ്റി കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടോ? അശ്മി, 2 അല്ല 3 വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 2 വാർഡിലും അതുപോലെ തന്നെ നെടുങ്കണ്ടം പഞ്ചായത്തിലെ തൂക്കുപാലം SNDP ഹാൾ എന്നിവിടങ്ങളിലാണ് ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളില്ല. ഉടൻ തന്നെ ഈ യന്ത്രം മാറ്റി പുതിയത് എത്തിക്കും. വോട്ടിംഗ് ഉടൻ തന്നെ പുനരാരംഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെയാണ് ഇടുക്കി ബിഷപ്പ് വോട്ട് ചെയ്യാൻ വരുന്നത്. അല്പസമയത്തിനകം ഇടുക്കി ബിഷപ്പ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 83 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പോകുന്നതിനുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് പോളിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇടുക്കിയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ LDF ഒരു മേൽക്കൈയുള്ള ജില്ലയാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ. അതിന് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF മേൽക്കൈ ഉണ്ടായിരുന്നതാണ്. ഈ നിലവിലെ മേൽക്കൈ നിലനിർത്താൻ വേണ്ടി LDF ശ്രമവും അതിന് UDF പഴയ ഒരു പ്രതാപം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമവും NDA ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ശ്രമവും പ്രചരണത്തിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം കണ്ട് ഫലം കാണും എന്നുള്ളത് വൈദ്യുതിനം അറിയാൻ കഴിയുന്നതാണ്. എന്തായാലും ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പല ബൂത്തുകളിലും അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഇടുക്കിയിൽ അങ്ങനെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലൊക്കെ അങ്ങനെയാണ്. നല്ല തണുപ്പല്ലേ? നല്ല കട്ട തണുപ്പല്ലേ അശ്മി? അതെ തീർച്ചയായിട്ടും. അതെ ഹഷ്മി, അങ്ങനെയാണ്. ഈ തണുപ്പ് കാരണമായിരിക്കാം ഒരുപക്ഷെ രാവിലെ ആളുകൾ എത്താനൊരു മടി കാണിക്കുന്നത്. നേരത്തെയൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലൊക്കെ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആളുകളുടെ വലിയ നീണ്ട നിരയൊക്കെ കണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തവണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.